പരിശുദ്ധ ഹദീസുകൾ എന്താണ് കാണുവാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ തന്നെയും ഓതുന്ന പള്ളി ദർസിലുള്ള കിതാബുകളിൽ പോലും ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ്. പള്ളി ദർസുകളിലുള്ള കിതാബുകളിൽ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് മൗലവി പച്ച നുണ പറയുകയാണ്. ഇങ്ങനെ പച്ച കളവുകൾ പറഞ്ഞിട്ടാണ് ഇവരുടെ ആശയങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പള്ളി ദർസിലുള്ള കിതാബുകളിൽ എന്താണ് ഈ കെട്ടിപ്പൊക്കരുത് എന്ന് പറഞ്ഞത്? സാധാരണക്കാരായ ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കരുത് എന്നാണ്. നമ്മുടെ പള്ളിക്കാടുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം, സാധാരണക്കാരുടെ ഖബറുകൾ നമ്മൾ ആരും കെട്ടിപ്പൊക്കാറില്ല. മറിച്ച് സ്വാലിഹീങ്ങളുടെ ഖബറുകളാണ് കെട്ടിപ്പൊക്കാറുള്ളത്, ഉലമാഇൻ്റെ ഖബറുകളാണ് കെട്ടിപ്പൊക്കാറുള്ളത്, ഔലിയാക്കളുടെ ഖബറുകളാണ് കെട്ടിപ്പൊക്കാറുള്ളത്. ഇതുപോലെ തന്നെ ശുഹദാക്കളുടെ ഖബറുകളും കെട്ടിപ്പൊക്കാറുണ്ട്. അത് പള്ളി ദർസുകളുടെ കിതാബുകൾ പഠിപ്പിച്ചത് തന്നെയാണ്. പള്ളി ദർസുകളിൽ ഓതുന്ന കിതാബുകളിൽ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മൗലവി പച്ച നുണ പറയുക. എങ്ങനെയാണ് ഇതിനൊക്കെ സാധിക്കുന്നത്? ഇസ്ലാമിൻ്റെ ആശയങ്ങൾ കളവ് പറഞ്ഞൊരിക്കലും പ്രചരിപ്പിക്കാൻ കഴിയില്ലല്ലോ. വഹാബിസം പക്ഷേ കളവ് പറഞ്ഞാൽ അല്ലാതെ പ്രചരിപ്പിക്കാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, ഞാനൊരൊറ്റ കിതാബിൻ്റെ ഒരൊറ്റ ഇബാറത്ത് മാത്രം വായിക്കാം. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇയാനത്തു ത്വാലിബീൻ, പള്ളി ദർസുകളിലൊക്കെ ഓതുന്ന കുട്ടികൾ റെഫർ ചെയ്യുന്ന, ഉസ്താദുമാരെ റെഫർ ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഫത്വൽ മൊയ്നിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ്. അപ്പോൾ ആ കിതാബിൽ പറയുന്നതാണ് ഞാൻ വായിക്കുന്നത്. കാലൽ ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസ്തസ്ന ബഅദുഹും ഖുബൂറൽ അംബിയാഇ വശുഹദാഇ വസ്സാലിഹീൻ വനഹ്വിഹിൻ. ഖബർ കെട്ടിപ്പൊക്കരുത് എന്ന ചർച്ചയുടെ ഭാഗമായി, അതിന് അനുബന്ധമായി, എന്നാൽ ഈ ഖബർ കെട്ടിപ്പൊക്കരുത് എന്ന നിയമത്തിൽ നിന്ന് പുറത്താണ് എന്ത്? അംബിയാക്കളുടെ ഖബറുകൾ, ശുഹദാക്കളുടെ ഖബറുകൾ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ, അതുപോലെയുള്ള ഉലമാഇൻ്റെ ഖബറുകളൊക്കെ അതിൽ നിന്ന് പുറത്താണ്. വ ഇബാറത്തുർ റഹ്മാനി നഅം ഖുബൂറു സ്വാലിഹീന യജൂസു ബിനാഉഹാ വലൗ ഖുബ്ബതൻ. സ്വാലിഹീങ്ങളുടെ ഖബറുകൾ അത് കെട്ടിപ്പൊക്കൽ അനുവദനീയമാണ്, അതൊരു കുബ്ബയാണെങ്കിലും ശരി. കുബ്ബ, വലിയ വലിയ മക്കാമുകളിൽ കുബ്ബകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ പണ്ഡിതന്മാർ അനുവദിച്ച പള്ളി ദർസുകളിലൊക്കെ ഓതി പഠിക്കുന്ന കിതാബുകളിൽ അത് ജായിസാണ്, അനുവദനീയമാണ് എന്ന് രേഖപ്പെടുത്തിയ കാര്യമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ലിയഹ്യാ സിയാറത്തിനെ സജീവമാക്കാൻ വേണ്ടി, വത്തബറുക്കി ബറക്കത്തെടുക്കാൻ വേണ്ടിയും. ഇതൊക്കെ പള്ളി ദർസിലെ കിതാബിൽ നിന്നാണ് വായിക്കണത്. പക്ഷേ പച്ച നുണയല്ലേ ഇയാൾ പറയുന്നത്? ഇങ്ങനെയല്ലേ വഹാബിസം പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ? കാലൽ ഹലബിയു, ഇമാം ഹലബി പറയുന്നു, വലൗ ഫി മുസബ്ബലത്ത്, മുസബ്ബലായ പൊതു ശ്മശാനത്തിലാണെങ്കിൽ പോലും സ്വാലിഹീങ്ങളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കാം എന്നതാണ് ഇമാം ഹലബി അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ വളരെ സ്പഷ്ടമായി പള്ളി ദർസിലെ കിതാബുകളിൽ, ധാരാളം കിതാബുകളിൽ പറയുന്നുണ്ട്. പക്ഷേ കെട്ടിപ്പൊക്കരുത് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ആരുടേതാണ്? സാധാരണക്കാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആ സാധാരണക്കാരുടെ ഖബറുകളെ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന ഭാഗമെടുത്ത് ഇതാ പള്ളി ദർസിലെ കിതാബിലൊന്നും ഒരു ഖബറും കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക. യഥാർത്ഥത്തിൽ അവിടെ തന്നെ മഹാന്മാർ കൃത്യമായിട്ട് അതിൽ നിന്ന് സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയൊക്കെ ഖബറുകൾ കെട്ടിപ്പൊക്കാമെന്ന് സ്പഷ്ടമായിട്ട് വിവരിക്കുന്നുണ്ട്. അത് മൂടി വെച്ചുകൊണ്ടാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ. എന്തിനാണ് മൗലവിമാരെ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാൻ ഇതുപോലുള്ള പച്ച കളവ് പറയല്ലാതെ മറ്റൊരു നിർവാഹമില്ല എന്ന് ഇതിൽ നിന്ന് ജനങ്ങൾ മനസ്സിലാക്കൂലേ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിലേക്ക് നിങ്ങളൊക്കെ തിരിച്ചു വരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.